Hi, hello, assalamu alaikum and welcome back to my YouTube channel. So, ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ് and this is my airport fit. അങ്ങനെ guys, നമ്മൾ നാട്ടിൽ പോവാണ്. നമ്മളല്ല, ഞാൻ നാട്ടിൽ പോവാണ്. Semi, will you miss me? I miss you a lot. Farma's going to India today. She wants to go because she misses Kerala. Angine, let's go and come. Very long vacation അല്ലടാ. Very long vacation. ഈ ഒരു വീഡിയോ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഞാൻ യു എയിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവും. കാരണം ആകെക്കൂടെ ഒരു 1 വീക്ക് എന്നൊന്നും പറയാനില്ല, ആകെക്കൂടെ ഒരു 5 ഡേയ്സിനാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. ആൻഡ് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതിന് ഞാൻ തന്നെ അവിടെ പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് രാവിലെ മോർണിംഗ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ റാസൽ ഖൈമ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഈ ഒരു വ്ളോഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ നിന്ന 5 ഡേയ്സിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു അവിയൽ പരിവാണ്. അല്ലാണ്ട് ഓരോ ദിവസം വെച്ചിടുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഒരു 5 ഡേയ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് നമ്മൾ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. റാസൽ ഖൈമ ആയതുകൊണ്ട് തന്നെ നമുക്ക് 11:30 ഫ്ലൈറ്റ്. നമ്മളൊരു 9:30 ആ ഒരു ടൈമിലാകുമ്പോഴത്തേക്കൊക്കെ ചെക്ക് ഇൻ ചെയ്യണം. സോ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷടപടയെന്ന് വെച്ചിട്ട് എടുത്തൊരു ടിക്കറ്റാണ്. അതിലാകെ നമുക്ക് ലഗേജ് അലവൻസ് ഉണ്ടായിരുന്നത് 10 kg ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെയാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത് കേട്ടോ. ഇപ്പം നാട്ടിലേക്ക് പോകുന്നതിനോണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും കൊണ്ടുവരാനില്ല. പക്ഷെ തിരിച്ച് വരുമ്പം എനിക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. സോ പോകുന്ന സമയത്ത് ഞാനൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എൻ്റെ ഡ്രസ്സ് പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ ഹൈസിക്ക് വേണ്ട കുറച്ച് ടോയ്സും കാര്യങ്ങളും അത് മാത്രം വാങ്ങിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെക്കാനാണ് സെമി കഷ്ടപ്പെട്ട് പോയിട്ട് ആ ഉന്തുന്ന സാധനമൊക്കെ എടുത്ത് വന്നത്. പിന്നെയാണ് ആൾക്ക് ഓർമ്മയായത്, ആകെ ഇതല്ലേ ഉള്ളൂ, അത് ഉന്തിക്കൊണ്ടാവാനുള്ളതല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ചെറിയാട്ടോ ഞാൻ ചെറുക്കിനെ. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് കയറി സെമി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇപ്പം ഞാൻ ആളെ വെയിറ്റിംഗ് ആണ്. ഫൈനൽ ഒരു ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആളെ വെയിറ്റിംഗ് ആണ്. അപ്പം മോർണിംഗ് ഫ്ലൈറ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നുമില്ല. നല്ല ടൈമിലാണ് ഞാൻ പോകുന്നതും അവിടെ എത്തുന്നതും നല്ലൊരു ടൈമിലാണ്. സോ അങ്ങനെ ഗൈസ് ഞാൻ പോവാണ്. Long vacation. അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ സെറ്റിൽ ഡൗൺ ആയി. ഫ്ലൈറ്റിൽ എപ്പോഴും എനിക്കെന്തോ ഭാഗ്യത്തിന് എപ്പോഴും വിൻഡോ സീറ്റാണ് കിട്ടാറ്. എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നെങ്കിൽ ഞാൻ ചോദിച്ചു മേടിക്കും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വിൻഡോ സീറ്റിൽ വന്നെത്തും. ഞാൻ ഈ പോണതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനാണ്. അതായത് ഉമ്മ ഉണ്ടാക്കുന്ന മെയിൻ ഫുഡ് കഴിക്കാനാണ്. അപ്പം ഞാൻ ആളെടുത്ത് നല്ല ചോറും പരിപ്പും ബീഫൊക്കെ ഉണ്ടാക്കി വെക്കാനാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഈ ബിരിയാണി നെയ്ച്ചോറിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനെയുള്ള സാദാ ചോറ് ഐറ്റംസാണ്. പക്ഷേ എത്രയാണെന്ന് വെച്ചിട്ടായിരിക്കും. അപ്പം എയർ ഹോസ്റ്റേഴ്സ് ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നപ്പം ഞാനൊരു ആൽഫ്രെഡോ ചിക്കൻ പാസ്ത പറഞ്ഞു. പക്ഷെ അതിൽ പാസ്ത വാസ് നൈസ് ബട്ട് ചിക്കൻ വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അപ്പം ഞാൻ ചിക്കൻ എല്ലാം മാറ്റി വെച്ചിട്ട് പാസ്ത മാത്രമാണ് എടുത്ത് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നേറ്റപ്പോഴത്തേക്കും നമ്മളിതാ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതിപ്പം കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. നമ്മൾ നാട്ടിലെത്തിയ ഒരു ഫീൽ. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ സൗദിയിലായിരുന്നപ്പോഴും ഈ ഒരു കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു ഗ്രീനറി സംഭവമൊക്കെ. പിന്നെ ഞാൻ തിരിച്ച് എയർപോർട്ടിലെത്തിയപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പോസ്റ്റ് കിട്ടിയൊരു അറൈവലായിരുന്നു ഇപ്രാവശ്യം. കാരണം ഞാൻ എത്തിയിട്ടും എൻ്റെ ഫാമിലിയിൽ ഞാൻ പിക്ക് ചെയ്യാൻ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വരുന്നേ കണ്ടോ നേരം വൈകി വരാം. എന്തോ നീ ഉപ്പിന്റെ കുഞ്ഞ് ഹലോ ഗായ്സ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ ഐസി ഫാൻ്റെ അടുത്തുള്ള അല്ല ഫാൻ്റെ റെഗുലേറ്ററിന്റെ ചോട്ടിലുള്ള രണ്ടെണ്ണം. ഉപ്പിന്റെ കുഞ്ഞിന്റെ ഫുള്ളും ടോയ്സ്. എന്താ ഇൻട്രസ്റ്റ് തുറന്നോളി. ആ ഓക്കെ
റെഡി ഓ തുറക്ക് ഇവിടെ ഇരിക്കലൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോ ഞാൻ ഇവിടെ കിട്ടി ഇമ്മക്ക് സെമിന്റെ വക പൊപ്പി പൊട്ടിച്ചിറങ്ങണ്ട തൊക്കട്ടെ ഓ മൈ ഗോഡ് ബാറ്റ്മാൻ അതെനിക്ക് ഓ നിസാൻ GTR മുട്ടായി ഇത് മമ്മക്ക് കൊടുത്താൽ അത് മമ്മക്ക് ഇത് മമ്മക്ക് ഇത് സോനു ഇത് അമ്മക്ക് രസമുണ്ടാ ഇഷ്ടപ്പെട്ടോ നമ്മുടെ പെട്ടി പൊട്ടിക്കൽ കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഞാൻ നമുക്ക് കൊടുക്കണം വിത്ത് ലവ് എന്റെ മമ്മിക്ക്. അങ്ങനെ നമ്മളുടെ പെട്ടി പൊട്ടിക്കൽ അവസാനിക്കുകയാണ്. ഓക്കെ ബൈ. ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? അഡിക്ഷൻ ഇതാണ് ഇൻസൈഡ് നമുക്ക് കുനാഫ. മറ്റേലെന്താണ് കുനാഫന്റെ ഇതിന് തേങ്ങന്റെ അങ്ങനെ അമ്മ ഉണ്ടാക്കി അടിപൊളി പോയി നമുക്ക് മേലേക്ക് പോയി നോക്കാം. അയ്യോ എന്റെ സാമ്രാജ്യം, അയ്യോ അതേപോലെ ഉണ്ട്. അല്ലാ പൂപ്പ് പൂപ്പ്. മൈ റൂം അതേപോലെ തന്നെ. പിന്നെ ഗൈസ് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനുള്ള എല്ലാ ദിവസവും മഴക്ക് കണ്ടിരിക്കാമല്ലോ എന്നൊക്കെയാണ്. പക്ഷെ ആകെക്കൂടെ പെയ്തൊരു മഴ ഈ ഒരു മഴയാണ്. അപ്പോൾ എനിക്ക് നൈക്കിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രവാസികളിലെല്ലാവരും ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. നാട്ടിലെ നൈക്കിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ആദ്യം സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിന്ന് മാറ്റിയിട്ട് കോഴിക്കോട് വരെ പോവാണ്. കാരണം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മഴേനോടൊക്കെയുള്ളൊരു ഇമോഷണൽ കണക്ഷൻ മനസ്സിലാവണേ. കാരണം നമുക്ക് ദുബായിൽ അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മളിത് ഷോബികയിലേക്കാണ് വന്നത്. കോഴിക്കോട് ഷോബികയിൽ ഉമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു. കാരണം ആർക്കും ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ സെമിയുടെ വക ഉമ്മയ്ക്ക് 2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കുറച്ച് നോർമൽ വേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒരു ഡ്രസ്സ്. മറ്റേ ഡ്രസ്സിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. പിന്നെ നമ്മൾ നേരെ പോയത് അമ്മ മെസ്സിലേക്കാണ്. അമ്മ മെസ്സിലെ ലഞ്ച് ഐ വാസ് മിസ്സിങ് എ ലോട്ട്. അവരുടെ മീൻ പൊരിച്ചത് എസ്പെഷ്യലി. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ മേക്കപ്പ് വാനിറ്റി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുറേ പ്രൊഡക്ട്സ് നമ്മൾ തീർന്നതുണ്ടായിരുന്നു, കുറേ പ്രൊഡക്ട്സ് എക്സ്പയർഡ് ആയതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി പുതിയതൊക്കെ വാങ്ങിച്ചു. ഇത് അത്രയും ബില്ലായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമല്ലോ. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടെ അടുത്ത പണിക്കിരിക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ കാലിക്കറ്റ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. ഞാൻ വാങ്ങിച്ച പുതിയ സാധനങ്ങളൊക്കെ എൻ്റെ വാനിറ്റിയിലോട്ട് കയറ്റുകയാണ്. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ വാനിറ്റി ഞാൻ ആദ്യം ദുബായിലേക്ക് വന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ എനിക്ക് അവിടെ വർക്കൊക്കെ വരാൻ തുടങ്ങി, UAE വർക്കൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ വാനിറ്റി വേണമല്ലോ. സോ ഒബ്വിയസ്ലി അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ എനിക്ക് എന്തായാലും 2 ദിവസത്തെ വർക്ക് എനിക്ക് UAE റീസെൻ്റ്ലി ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും സാധനങ്ങളൊക്കെ എടുക്കുകയും വേണം. അപ്പം അതായിരുന്നു വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഞാനതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് സ്റ്റോക്കപ്പ് ചെയ്ത് ഒക്കെ പോകാനുള്ള മട്ടിൽ റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനും ഹൈസയും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് സർവീസസ് ഇപ്പോൾ UAE എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ താഴെ നമ്പർ കൊടുക്കാം. പാക്കേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അടിപൊളി ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കടുമാങ്ങ സെമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് അത്രയും തോനെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നല്ല ചൂടുള്ള ചോറും പിന്നെ പയറുപ്പേരി. ഞാൻ പറയുന്നതാണ്, എനിക്ക് കാര്യമായിട്ടുള്ള ഈ ബിരിയാണി പോലത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. ഞാൻ സാദാ ചോറ് തിന്നാൻ വേണ്ടി മാത്രം വന്നതാണ് അവിടുന്ന്. അപ്പോൾ ഉമ്മ കാര്യമായിട്ട് അങ്ങനത്തെ ഐറ്റംസാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് നല്ല ലഗോൺ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിപ്പിക്കായിരുന്നു എന്നൊക്കെ തോന്നിയത്. കാരണം ഉമ്മ ഉണ്ടാക്കുന്ന ലഗോൺ ബിരിയാണി അടിപൊളിയാണ്. ലഗോൺ എന്ന് മാത്രമല്ല എല്ലാ ബിരിയാണി അടിപൊളിയാണ്. പക്ഷെ ഒരു പ്രാവശ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കിപ്പിക്കായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഏകദേശം നമ്മൾ ബൈ ടുമാറോ വീണ്ടും തിരിച്ച് ദുബായിലേക്ക് പോവാണ്. ഇങ്ങനെ ഗുഡ് ബോയ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ലഞ്ച് ഇതാണ് കേട്ടോ. കുറച്ച് ചോറ് അധികം ഞാൻ എടുക്കും, അതൊന്നും നിങ്ങൾ കണക്കിലെടുക്കണ്ട, കാരണം ഞാൻ അത്യാവശ്യം ചോറ് കഴിക്കുന്ന ആളാണ്. സോ ഗായ്സ്, ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരാൾ ഇത് അവിടെ സ്കൂൾ ബാഗൊക്കെ ഇട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ഹൈസിയുടെ ഉമ്മി ഫിനു ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഫിനുവിന് ചെന്നൈയിൽ വെച്ചിട്ട് അവളുടെ BEdൻ്റെ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകും. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഹൈസി ആരാണെന്നുള്ളത്. ഹൈസിൻ്റെ ബ്രദറിൻ്റെ വാവയാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴാണ് ഞാനും അവനും കുറച്ചും കൂടെ കൂടുതൽ അറ്റാച്ച്ഡ് ആയത്. കാരണം ഇപ്രാവശ്യം എല്ലാത്തിനും ഞാൻ അവന് എല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു. പല്ലിക്കാനാണെങ്കിലും കുളിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഞാൻ വേണമായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ 3 days 4 days ഉറങ്ങിയതൊക്കെ. അപ്പം പുപ്പിന്നാണ് ഞാൻ എന്നെ വിളിക്കാൻ വേണ്ടി ശീലിപ്പിച്ചത്. അപ്പം അത് മാറി ഇപ്പോൾ PP എന്നായിട്ടുണ്ട്. എന്നാലും ആദ്യത്തേനേക്കാൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യം തീരെ മൈൻഡ് ചെയ്യേണ്ടിയിരുന്നില്ല, ഇപ്പോൾ കുറേയൊക്കെ മൈൻഡ് ചെയ്യും. ഭയങ്കര കാര്യമാണ് എന്നെ. അങ്ങനെ ആരും ഓർമ്മയില്ലെങ്കിൽ അവന് PP ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആൾ വേഗം റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ എൻ്റെ അടുത്തേക്ക് ആകുമ്പോൾ വേഗം വന്ന് ഫോൺ എടുക്കും, ചിരിക്കും അങ്ങനെ. അപ്പോൾ അവനും അവൻ്റെ ഉമ്മയും കൂടി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് യാത്ര പറയാൻ നിൽക്കാട്ടെ നമ്മൾ. ബൈ, ഐ ലവ് യു. ബെൽറ്റ് ഇട്ടിരുന്നോളി, ബെൽറ്റ്. ബാഗ് കിട്ടാളാ ചാരി കേറിരി കേറിരിക്കി പുറത്ത് കൈകള മറ്റേ കൈ ജെല്ലി എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അവിടെ ഉള്ള ഹനാനൊക്കെ കൊടുക്കണം. ഓക്കെ 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 എന്നാ ശരി. ഓക്കെ ബൈ. ചൊണ്ണ ഒടിപ്പൊടിക്കരുത്. നല്ല കുട്ടി അവിടെ. ആയിക്കോട്ടെ ശരി. അങ്ങനെ 5 രൂപ പോയി. ഇനിയിപ്പോ ഒരൊച്ചപ്പാടും ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ബൈ ബൈ. അപ്പോൾ അങ്ങനെ ഫൈനലി ഇതെൻ്റെ ലാസ്റ്റ് ലഞ്ചാണ്. ഈ വെക്കേഷനിലെ ലാസ്റ്റ് ലഞ്ചാണ്. നെയ്ച്ചോറും കോഴിക്കറി, ചിക്കൻ പൊരിച്ചത് ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ്. ഇങ്ങനെ ഗായ്സ് തിരിച്ചു പോകാനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പം ഞാൻ വന്ന അതേ കോലത്തിൽ തന്നെയാണ് തിരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നാട്ടിൽ നിന്ന് അത്യാവശ്യം ഇടാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കബേർഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് മിഡ്നൈറ്റ് 12:30 ഫ്ലൈറ്റാണ്. അപ്പം ഏകദേശം ഒരു 9 o'clock ആകുമ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും മീൻസ് എൻ്റെ റൂമിനോടൊക്കെ ഗുഡ് ബൈ പറയുന്നൊരു സൂക്കേട് എനിക്കുണ്ട്. അപ്പം ഞാൻ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിലെൻ്റെ ഏറ്റവും മിസ്സിങ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് എൻ്റെ ക്രാഫ്റ്റ് റൂം എന്ന് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു കംപ്ലീറ്റ് ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു റൂമാണ്. സോ ഐ എം വെരി മച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ടു ദിസ് റൂം. ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇൻഷാല്ലാ വേഗം തിരിച്ച് വരാം. അങ്ങനെ പെട്ടിയൊക്കെ കെട്ടി ഞാനിപ്പം ആൻറ്റീനെയും അങ്കിളിനെയും വെയിറ്റ് ചെയ്യാണ്. കാരണം അവരാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്.
വേറെ ആരും ഉണ്ടായിരുന്നില്ല. സോനൊക്കെ കോളേജിലാണ്. അപ്പം ഉമ്മാൻ്റെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. ഉമ്മനെ ശരിക്കും മിസ് ചെയ്യും, ഉമ്മൻ്റെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എന്ത് ചെയ്യാനാ, നമുക്ക് പോയാലേ പറ്റുള്ളൂ. പിന്നെ ഫൈനലി എല്ലാവരുടെ അടുത്തും ബൈക്ക് പറഞ്ഞ് നമ്മളിത് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ പെട്ടികളൊക്കെ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് വീട്ടിൽ റാപ്പ് ചെയ്യുന്ന സാധനമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, അതിനകത്ത് വീഡിയോ. ബൈ.